ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ചേനയുടെ പൂ കൊണ്ടുണ്ടാക്കുന്ന മസാലക്കറിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ചേനയുടെ പൂ ഉണ്ടാക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ തന്നെ മുറിച്ചെടുക്കണം. ഉള്ളിലത്തെ ഈ ഒരു ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ക്ലീൻ ചെയ്തെടുക്കാം. നന്നായി കഴുകിയ ശേഷം ചെറുതായി മുറിക്കാം. മണ്ണിൽ നിന്ന് പൊങ്ങി വന്ന ശേഷം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എടുക്കേണ്ടത്. വിരിഞ്ഞ ശേഷം എടുത്തു കഴിഞ്ഞാൽ കറി വയ്ക്കാൻ കൊള്ളില്ല. ഒരു പ്രത്യേകതരം സ്മെല്ലും ഉണ്ടായിരിക്കും. ഇനി ചെറുതായി മുറിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ ഈ വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കറി ഉണ്ടാക്കിയെടുക്കാം. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇടാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കീറിയിടാം. സവാള നന്നായി ചുവക്കുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി അതിൽ തക്കാളി ചേർക്കാം. സവാള റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായി മൂക്കുമ്പോൾ മസാലപ്പൊടികൾ ഇടാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് വറുത്ത മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും. നന്നായി മിക്സ് ചെയ്യാം. പൊടികൾ നല്ല റോസ്റ്റായി കിട്ടണം. അപ്പോഴാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ കറിക്ക്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങളിടാം. ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാം. അടച്ചു വയ്ക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നന്നായി വലിയിച്ചെടുക്കാം.
കറി റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടാം. വളരെ ടേസ്റ്റിയായ ചേനപ്പൂ കൊണ്ടുള്ള മസാലക്കറി റെഡിയായിട്ടുണ്ട്. ഇനി ചേനപ്പൂ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ദോശ, ചപ്പാത്തി, വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ഊണിന് ഈ ഒരു മസാലക്കറി മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.